റിച്ച്പൾസിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് കോട്ടണിൽ വരുന്ന 2.5 മീറ്റേഴ്സ് വീതമുള്ള കട്ട് പീസുകളാണ് നമ്മൾ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഇന്ന് നമ്മൾ കാണിക്കുന്ന എല്ലാ കട്ട് പീസുകൾക്കും ഒരു റേറ്റ് ആണ് വരുന്നത്. എല്ലാം പ്യുവർ കോട്ടൺ. ഇപ്പൊ നമുക്ക് കുർത്തിയായിട്ടോ ചിലവർ ഫ്രോക്സ് ആയിട്ടും ഒക്കെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ നിങ്ങളുടെ ആ ഒരു ക്രിയേറ്റിവിറ്റി അനുസരിച്ച് എന്ത് വേണമെങ്കിൽ ഡിസൈൻ ചെയ്യാം. അപ്പൊ 2.5 മീറ്റേഴ്സ് വീതമാണ് എല്ലാ കട്ട് പീസസും വരുന്നത്. ഇതിന് 425 റുപ്പീസ് ആണ് വരുന്നത്. പ്യുവർ കോട്ടൺ ആണ്. അതിൽ ചിലത് ഫ്ലെക്സ് കോട്ടൺ പോലെയും എല്ലാം ഡിഫറെന്റ് പാറ്റേൺസ് ആണ് കേട്ടോ. ഇതിൽ ഓരോന്നായി നമുക്ക് കാണാം. ഫസ്റ്റ് വൺ വരുന്നത് ഇതുപോലെ ഈ ഒരു നല്ലൊരു പീകോക്ക് ഗ്രീൻ സ്യാൻ ഷെയ്ഡിലൊക്കെ വരുന്ന മെറ്റീരിയൽ കേട്ടോ. എല്ലാം പ്യുവർ കോട്ടൺ ആണ്. ഇങ്ങനെയുള്ള പ്രിന്റ് ആണ് ത്രൂ ഔട്ട് വരുന്നത്. 44 ഇഞ്ചസ് വിട്ട് വരുന്ന മെറ്റീരിയൽ ആണ്, പ്യുവർ കോട്ടൺ. എല്ലാം നമ്മൾ കാണിക്കുന്നത് 2.5 മീറ്റേഴ്സ് ആണ് കേട്ടോ. എല്ലാത്തിനും പ്രൈസ് വരുന്നതും 425 റുപ്പീസ് ആണ് വിത്ത് ഫ്രീ ഷിപ്പിംഗ്. നമുക്ക് ഓരോന്ന് പെട്ടെന്ന് കാണാം. നെക്സ്റ്റ് വൺ വരുന്നത് ഇങ്ങനെ ബ്ലാക്കില് ഈ ഒരു ലൂറെക്സ് ലൈൻസ് പോലെ ഇങ്ങനെ ഫ്ലവേഴ്സ് ഒക്കെ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇത് നമുക്ക് ടോപ്പ് ഒക്കെ ആയിട്ട് സ്റ്റിച്ച് ചെയ്യാൻ നല്ലതാണ് 2.5 ഉള്ളത് കൊണ്ട്. ഇനി ഇതില് നിങ്ങൾക്ക് ഇനി ഇതിന് മാച്ചിങ് ആയിട്ട് ബോട്ടം പീസ് ഒക്കെ വേണമെങ്കിൽ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. ഞാൻ വീഡിയോയിൽ ഇത് കാണിക്കുന്നില്ല. അപ്പോൾ അങ്ങനെ ആവശ്യമാണെങ്കിൽ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഒന്ന് ചോദിച്ചാൽ മതിയാവും കേട്ടോ. ഇങ്ങനെയാണ്. ഇതും 44 ഇഞ്ചസ് തന്നെ വിട്ട് വരുന്ന മെറ്റീരിയൽ ആണ്. പ്രൈസ് ഒക്കെ സെയിം ആണ് കേട്ടോ. 425 റുപ്പീസ് വിത്ത് ഫ്രീ ഷിപ്പിംഗ്. നെക്സ്റ്റ് വൺ വരുന്നത് ഇങ്ങനെ ഈ ഒരു ക്രീം ബേസിൽ നമ്മൾ ഈ ഫ്ലെക്സ് കോട്ടണിലൊക്കെ വരുന്ന നമുക്ക് ലേസ് ഒക്കെ വെച്ച് സ്റ്റൈൽ ചെയ്യാൻ പറ്റിയതാണ് കേട്ടോ. ഇതിലിപ്പോ ഒരു ക്രീം ലേസ് ഒക്കെ വെച്ച് നമുക്ക് വീനക്കൊക്കെ കൊടുത്താൽ നല്ല ഭംഗിയാണ്. ഇതിനെ കോമൺ ആയിട്ട് ക്രീം ഷെയ്ഡോ ഇല്ലെങ്കിൽ കോൺട്രാസ്റ്റ് ആണെങ്കിൽ പാന്റിന് റെഡോ ഒക്കെ കൊടുക്കാം. ഫ്രോക്സ് ഒക്കെ സ്റ്റിച്ച് ചെയ്യാം. എങ്ങനെ വേണമെങ്കിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാവുന്നതാണ്. 2.5 മീറ്റേഴ്സ് ആണ് കട്ട് വരുന്നത് കേട്ടോ. പ്രൈസ് വരുന്നത് സെയിം തന്നെയാണ്, 425 റുപ്പീസ് വിത്ത് ഫ്രീ ഷിപ്പിംഗ്. നെക്സ്റ്റ് വൺ വരുന്നത് നല്ലൊരു മഡ് ഷെയ്ഡ് ആണ് കേട്ടോ. അതിലിങ്ങനെ ബോർഡേഴ്സും കൂടെ വരുന്നുണ്ട്. അപ്പൊ നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ സ്റ്റൈൽ ചെയ്യാൻ പറ്റിയ ബോർഡേഴ്സും ത്രൂ ഔട്ട് വരുന്നുണ്ട്. ഇതും ഇതുപോലെ തന്നെ 2.5 മീറ്റേഴ്സ് കട്ട് തന്നെയാണ്. പ്രൈസും സെയിം തന്നെ. നെക്സ്റ്റ് വൺ വരുന്നത് നമുക്ക് ഈ ഫ്ലെക്സ് കോട്ടൺ പോലെ തന്നെ നല്ല കോട്ടൺ ആണ് കേട്ടോ. ഇതൊക്കെ ഇത് ലൈനിങ് ഇല്ലാതെ നമുക്ക് യൂസ് ചെയ്യാം. അത്യാവശ്യം കട്ടിയുള്ള ഫാബ്രിക് ആണ്. ഇങ്ങനെ ഫ്ലോറൽ പ്രിന്റ് ഒക്കെ വന്നിട്ട് അപ്പൊ നമുക്ക് ഇതിലും വേണമെങ്കിൽ കോൺട്രാസ്റ്റ് ആയിട്ട് ബോട്ടം അങ്ങനെ വെയർ ചെയ്യണമെങ്കിൽ ചെയ്യാം. ഇല്ലെങ്കിൽ ജസ്റ്റ് കുർത്തി ടൈപ്പ് ഈ ഒരു കോളേഴ്സ് ഒക്കെ വെച്ച് സെന്ററിൽ ബട്ടൺ ഒക്കെ കൊടുത്ത് ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും. പ്രൈസ് എല്ലാം സെയിം തന്നെയാണ്, 425. നെക്സ്റ്റ് വൺ വരുന്നത് നല്ലൊരു ലൈറ്റ് ഒരു ബിസ്ക്കറ്റ് കളർ പോലെ നല്ലൊരു ഷെയ്ഡാണ്. അതില് ചെറിയ ഫ്ലവേഴ്സ് മെറൂൺ ആൻഡ് ബ്ലാക്ക് പ്രിന്റ് ആണ് വരുന്നത്. ഇതിലും ഇങ്ങനെ ത്രൂ ഔട്ട് ബോർഡേഴ്സ് വരുന്നുണ്ട് കേട്ടോ. 2.5 മീറ്റേഴ്സിന്റെ കട്ട്. പ്രൈസ് വരുന്നത് 425 വിത്ത് ഫ്രീ ഷിപ്പിംഗ്. നെക്സ്റ്റ് വൺ വരുന്നത് ഒരു ഒലിവ് ഗ്രീൻ ഷെയ്ഡിൽ വരുന്ന മെറ്റീരിയൽ ആണ്. ഇതിലിങ്ങനെ ഫ്രണ്ട് പോർഷൻ ഇങ്ങനെ വന്നിട്ട് ഈ ഒരു ലോവർ എൻഡിലേക്കാണ് ഇങ്ങനെ ബോർഡേഴ്സ് വരുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് വിത്ത് വൈസ് സ്റ്റിച്ച് ചെയ്യായിരിക്കും കുറച്ചും കൂടെ ഭംഗി. ഫ്രോക്സിനൊക്കെ നല്ല ഭംഗിയായിരിക്കും. ലോവർ എൻഡിൽ ഇപ്പൊ നമ്മൾ ലേസ് ഒക്കെ കൊടുക്കുന്ന പോലെ ഈ ഒരു പ്രിന്റ് ഡിഫറെന്റ് ആയിട്ട് വരുമ്പോൾ നല്ല ഒരു വെറൈറ്റി ആയിരിക്കും. പ്രൈസ് സെയിം തന്നെ, 425 വിത്ത് ഫ്രീ ഷിപ്പ്. നെക്സ്റ്റ് ബിറ്റ് വരുന്നത് ഇതുപോലെ സിഗ്സാഗ് ആണ്. സിഗ്സാഗ് എപ്പോഴും ഭയങ്കര ഡിമാൻഡിങ് ആണ്. നല്ല ഭംഗിയിലൊക്കെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്നതാണ്. ഈ ഒരു സിഗ്സാഗ് കോമ്പിനേഷൻ ഇതിൽ മെറൂൺ അതുപോലെ ഓഫ് വൈറ്റ് ബ്ലാക്ക് മഡ് ഷെയ്ഡ് ഒക്കെ ഇതിൽ വരുന്നുണ്ട്. 44 ഇഞ്ചസ് തന്നെ വിട്ട് വരുന്ന മെറ്റീരിയൽ ആണ്. സെയിം തന്നെയാണ് പ്രൈസ് വരുന്നത്. നെക്സ്റ്റ് വൺ ഈ ഒരു അജ്രക് പ്രിന്റ് പോലെ വരുന്നത് കേട്ടോ. ബ്ലാക്ക് ബേസിൽ മെറൂൺ ആൻഡ് ക്രീം അജ്രക് പ്രിന്റ് പോലെ വരുന്ന നല്ല കോട്ടൺ ആണ്, പ്യുവർ കോട്ടണിൽ. ഇതെല്ലാം നമുക്ക് നല്ല കോട്ടൺ മെറ്റീരിയൽസ് ആണ് കേട്ടോ. 2.5 മീറ്റേഴ്സ് വീതാണ് എല്ലാതും. പ്രൈസും എല്ലാത്തിനും സെയിം തന്നെയാണ്, 425 വിത്ത് ഫ്രീ ഷിപ്പിംഗ്. ലാസ്റ്റ് വൺ വരുന്നത് ഇങ്ങനെ ബ്ലാക്കിൽ ഈ ഒരു ചന്ദന കളറിൽ വരുന്ന ലൈൻസ് ആണ് കേട്ടോ. അപ്പൊ ഈ ഒരു സ്ട്രൈപ്ഡ് പാറ്റേൺ എപ്പോഴും നമുക്ക് നല്ല എങ്ങനെ വേണമെങ്കിൽ ഡിസൈൻ ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പൊ കുർത്തീസ് ആയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. ഈ ഒരു ലൈൻസ് ഇങ്ങനെ ഈ ഒരു പോർഷൻ സെന്റർ പോർഷൻ ഒരു ഭാഗം ഇങ്ങനെ ലൈൻസും ഒരു ഭാഗം സ്ലാൻഡിങ് ആയിട്ടൊക്കെ ലൈൻസ് കൊടുത്ത് സ്റ്റിച്ച് ചെയ്ത ഭംഗിയാണ്. സെന്ററിൽ കവർ ബട്ടൺ ഒക്കെ കൊടുത്ത് വുഡൻ ബട്ടൺ ഒക്കെ കൊടുത്ത് സ്റ്റൈൽ ചെയ്താൽ നല്ലതാ. ഇനിയിപ്പോ കുർത്തി അല്ലെങ്കിൽ നമുക്ക് ഒരു പെൻസിൽ പാന്റ് അല്ലെങ്കിൽ സെമി പലാസോ പോലെയൊക്കെ ലൈൻസ് ഉള്ള ഫാബ്രിക്കും നല്ല ഡിമാൻഡിങ് ആണ്. പോരാത്തന്നെ ഈ ഒരു കോമൺ ഷെയ്ഡ് ആണല്ലോ, ബ്ലാക്ക് ആൻഡ് സാൻഡൽവുഡ് ഷെയ്ഡ് എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും ആവശ്യം വരുന്നതാണ്. അപ്പോൾ ഇത് എങ്ങനെ വേണമെങ്കിൽ നമുക്ക് സ്റ്റൈൽ ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. പിന്നെ നമ്മൾ കണ്ട ഈ ഒരു ബിറ്റുകളെല്ലാം പ്രത്യേകിച്ച് ഈ ഒരു സമ്മർ സീസണിൽ നിങ്ങൾക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഏതാണ് പർച്ചേസ് ചെയ്യേണ്ടതെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിൽ ഷെയർ ചെയ്താൽ മതിയോ. ഇനിയും പുതിയ കളക്ഷൻസുമായി കാണാം. ബൈ.